അന്ന ഭാഗം 14. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് മുന്നോട്ട് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. വേദിയിൽ വയലിൻ സംഗീതം നിലച്ചു. വിദ്യാർത്ഥികളുടെ കാതടപ്പിക്കുന്ന ആർപ്പുവിളികളും കരഘോഷങ്ങളും അവിടെ മാസകലം മുഴങ്ങി. റോഷൻ കൈകളിലിരുന്ന വയലിൻ അരികിലായുള്ള മേശയിലേക്ക് വെച്ച ശേഷം അതിലിരുന്ന കോഡ്ലെസ് മൈക്കും പിടിച്ച് വേദിയുടെ കുറച്ച് മുന്നിലേക്ക് വന്നു നിന്നു. പ്രിയ സുഹൃത്തുക്കളെ, കോളേജിലെ പതിവ് കമൻ്റടികളും കൂകിവിളികളുമെല്ലാം അവിടെ മെങ്ങും അലയടിച്ചു. അതവിടെ മാസകലം അസഹനീയമാകും വിധം മാറ്റൊലി കൊണ്ടു. അതൊന്നും വകവയ്ക്കാതെ തന്നെ റോഷൻ തുടർന്നു. നമ്മൾ ഓരോരുത്തർക്കും നമ്മളറിയാത്ത ഒരുപാട് കഴിവുകളുണ്ട്. അവയെല്ലാം ഒളിഞ്ഞിരിക്കുന്നു. അവയിൽ ചിലത് നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയതായിരിക്കാം. മറ്റു ചിലത് നമ്മൾ പരിശീലനത്തിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുക്കും. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ നമ്മൾക്കിടയിൽ നമ്മളറിയാതെ പോയ മറ്റൊരു അനശ്വര കലാകാരി കൂടിയുണ്ട്. പതിയെ പതിയെ അവിടെ മാസകലം നിശബ്ദത വിളയാടി. അതാരാണെന്നറിയാൻ വിദ്യാർത്ഥികൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരുന്നു. റോഷൻ തിരികെ നടന്ന് മേശമേൽ വെച്ചിരുന്ന വയലിൻ എടുത്തുകൊണ്ട് വേദിക്ക് പുറത്തേക്ക് നടന്നു വന്നു. വിദ്യാർത്ഥികൾ അവന് പോകാനായി ഇരുവശത്തേക്കും മാറിക്കൊടുത്തു. അതാരടി പുതിയൊരാൾ, അതും ഞാനറിയാതെ? ഹേമ അന്നയുടെ ചെവിയിലേക്ക് പുച്ഛത്തോടെ പറഞ്ഞു. മിണ്ടാതെ നിൽക്ക് ഹേമേ. ദേടി, അവൻ്റെ വയലിനും പൊക്കി പിടിച്ച് നമ്മടുത്തോട്ട് വരുന്നു. ഇനിയെങ്ങനോ ആള് മാറി എൻ്റെ അടുത്തോട്ടെങ്ങാനോ ആണോ വരുന്നേ? ഹേമ ഭയത്തോടെ അന്നയെ നോക്കി പിറുപിറുത്തു. റോഷൻ വിദ്യാർത്ഥികൾക്കിടയിലൂടെ നടന്ന് അന്നയ്ക്കും ഹേമയ്ക്കും അരികിലേക്ക് വന്ന് നിന്ന ശേഷം അവൻ്റെ കൈകളിലിരുന്ന വയലിൻ അന്നയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് അവളെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. അന്ന എന്തു ചെയ്യണമെന്നറിയാതെ അവനെ ദയനീയമായി നോക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹേമയും പ്രിയയും അമ്പരന്ന് നിൽക്കുകയാണ്. മറ്റെല്ലാ വിദ്യാർത്ഥികളുടെയും കണ്ണ് അന്നയിലേക്ക് ആകർഷിക്കപ്പെട്ടു. അന്നയ്ക്ക് വിയർക്കുന്നുണ്ടായിരുന്നു. അന്ന, ഇത് വാങ്ങ്. ഞാൻ വേദിയിൽ നിൽക്കുമ്പോൾ എന്നേക്കാൾ സമർത്ഥയായൊരു കലാകാരി വേദിക്ക് പുറത്തല്ല നിൽക്കേണ്ടത്. സംസ്ഥാനതലത്തിൽ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിന് തുടർച്ചയായി 1ാം സ്ഥാനം വാരിക്കൂട്ടിയ തൻ്റെ കഴിവുകളൊക്കെ ഇവരും കൂടി കാണട്ടടോ. അത് റോഷൻ, ഞാൻ... അവൾ വാക്കുകൾക്കായി പരതി. അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ കരഘോഷം മുഴക്കി. അവൾ വിറയ്ക്കുന്ന കാൽവെപ്പുകളോടെ വയലിനും കയ്യിലേന്തി വേദിയിലേക്ക് നടന്നു കയറി. റോഷൻ ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് അവളെ കൈകൾ ഉയർത്തിക്കാട്ടി. നിലാക്കായിരത് നിറം തേകിരത്. AR റഹ്മാൻ്റെ ആ മനോഹരമായ തമിഴ് ഗാനത്തിൻ്റെ ഈണം വയലിനിൽ വായിച്ചുകൊണ്ട് അന്ന ആസ്വാദകരിൽ അനന്യമായ സംഗീതത്തിൻ്റെ തിരകൾ തെളിയിച്ചു. വയലിനിൽ അവളുടെ കൈകളുടെ മാസ്മരിക ചലനത്താൽ സംഗീതത്തിൽ ആത്മാവ് ലയിച്ചു ചേരുന്ന അനുഭൂതിയായിരുന്നു. എല്ലാ കണ്ണുകളും അമ്പരപ്പോടെ അവളുടെ കഴിവിനെ നോക്കി നിന്നു. ഇവൾക്ക് ഇങ്ങനൊക്കെ അറിയായിരുന്നോ എന്ന ഭാവത്തിൽ ഹേമയും പ്രിയയും അന്നയെ അതിശയത്തോടെ നോക്കി നിന്നു. പക്ഷെ വേദിയിൽ നിൽക്കുമ്പോഴും അവൾ അറിയാതെ അവളുടെ കണ്ണുകൾ പരതിയത് ഫെലിക്സിൻ്റെ കണ്ണുകളിലേക്കായിരുന്നു. അങ്ങ് ദൂരെ എല്ലാം കണ്ടുകൊണ്ട് അവളുടെ കഴിവിൽ അമ്പരന്ന് ആരാധനയും പ്രണയവും കലർന്ന ഭാവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഫെലിക്സിലേക്ക് അവൾ നോക്കി. വീണ്ടും കയ്യടികളും ആരവങ്ങളും മുഴങ്ങി. അന്ന റോഷനെ നന്ദിയോടെ നോക്കി പുഞ്ചിരിച്ചു. അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു അന്നയെ തേടിയെത്തിയത്. പ്രിയയും ഹേമയും അഭിമാനത്തോടെ അവൾക്കരികിലേക്ക് വന്ന് ആലിംഗനം ചെയ്തു. അന്നയോടുള്ള അലീനയിലെ സ്ഥായീഭാവമായ പുച്ഛം അപ്പോഴും അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. അന്നയ്ക്കരികിലായി എല്ലാവരും കൂടി നിൽക്കെ അവളെ ലക്ഷ്യമാക്കി നടന്നു വരുന്ന ഫെലിക്സിനെ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഫെലിക്സിന് മുന്നേ അന്നയ്ക്കരികിലേക്ക് റോഷൻ വന്നു നിന്നു. അവളുടെ വലത് കൈ കവർന്ന് അവൻ്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അഭിനന്ദനമറിയിച്ചു. പെട്ടെന്നുള്ള റോഷൻ്റെ പ്രവൃത്തിയിൽ അമ്പരന്ന് അവൾ പതിയെ അവളുടെ കൈകൾ അടർത്തി മാറ്റി. കുറച്ച് പിന്നിലേക്ക് അവൾ നോക്കിയപ്പോൾ ദേഷ്യത്തോടെ ചുവന്നു കടുത്ത മുഖവുമായി നിൽക്കുന്ന ഫെലിക്സ്. അന്നയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ വേഗത്തിൽ തിരിഞ്ഞു നടന്നു. റോഷൻ മറ്റെന്തൊക്കെയോ പറഞ്ഞെങ്കിലും അവൾക്കതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അല്ല, ഞാനിപ്പോൾ അതെന്തിന് കാര്യമാക്കണം?
ഫെലിക്സ് ഞാനും തമ്മിൽ അത്രമാത്രം ബന്ധമൊന്നുമില്ലല്ലോ. അവൾ അവളുടെ മനസാക്ഷിയോട് തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. നേരിയ ആശ്വാസത്തോടെ ഹേമയോടും പ്രിയയോടും സംസാരിച്ചു നിൽക്കുന്ന റോഷന്റെ അരികിലേക്ക് അന്ന നടന്നു ചെന്നു. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു. ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഫെലിക്സിനെ കണ്ണുകൾ കൊണ്ട് അവൾ തിരഞ്ഞെങ്കിലും എങ്ങും അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. അന്നത്തെ ആ ദിവസത്തിന് ശേഷം അന്ന അവിടെ അറിയപ്പെടുന്നൊരു താരമായി മാറി. എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയുമായി. ലഞ്ച് ബ്രേക്കിന് മുൻപുള്ള ക്ലാസ് കട്ട് ചെയ്ത് ഹേമയും പ്രിയയും കൂടി ലൈബ്രറിയിൽ പോയിരുന്ന് ഉറങ്ങുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പോകാൻ അന്നയെ വിളിക്കാനായി അവർ ക്ലാസ്സിലേക്ക് വന്നു. ആഹാ, കണ്ടോടി ഹേമേ. അവളുടെ ആഹാരം കണ്ടപാടെ അതിലേക്ക് മറിഞ്ഞു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന അന്നയ്ക്കരികിലേക്ക് നടന്നു വന്നുകൊണ്ട് പ്രിയ പറഞ്ഞു, അല്ല, നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോയില്ലേ? സ്ഥിരം അതാണല്ലോ പരിപാടി. നിങ്ങൾ രണ്ടും ക്ലാസ്സിലും കയറാതെ ക്യാൻറ്റീൻ ഫുഡും കഴിച്ച് നടന്നോ? എടി പ്രിയേ, വാ നമുക്ക് പോവാം. അവളിതേ ഉപദേശത്തിൻ്റെ കെട്ടഴിച്ചു തുടങ്ങി. അന്നയുടെ പാത്രത്തിൽ നിന്നും കുറച്ച് ബിരിയാണി രുചിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു, ഇതെന്താ എന്നെ പതിവില്ലാതെ നല്ല രുചിയുള്ള ബിരിയാണിയൊക്കെ? ഇതോ, പള്ളിവക ഓഡിറ്റോറിയം ഇല്ലേ, അവിടെ ഇന്നലെ വൈകിട്ട് ഒരു മാരേജ് ഫംഗ്ഷൻ നടന്നിരുന്നു. അതിൽ ബാക്കി വന്ന ഫുഡാ. അതെല്ലാം അവർ ഞങ്ങളുടെ അനാഥാലയത്തിലേക്കാണ് തരിക. അതാണ് പതിവ്. അന്ന വളരെ സന്തോഷത്തോടെ പറഞ്ഞു. അവളുടെ മറുപടി പ്രിയയിൽ ഒരു നോവ് പടർത്തി. ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് ഹേമ വിഷമത്തോടെ ഓർത്തു. എന്താടി രണ്ടും കൂടി ആലോചിച്ച് നിൽക്കുന്നേ? വേഗം പോയി കഴിച്ചിട്ട് വാ. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല മോളെ, നിനക്ക് കഴിക്കാൻ തന്നെ ഇത് തികയില്ല. ഞങ്ങൾ പോയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് നടന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആരോ ഒരാൾ ക്ലാസ്സിലേക്ക് കയറി വരുന്നത് കണ്ട അന്ന അതാരാണെന്നറിയാൻ വാതിലിനരികിലേക്ക് നോക്കി. അപ്രതീക്ഷിതമായി ക്ലാസ്സിലേക്ക് കയറി വന്ന ഫെലിക്സിനെ കണ്ട് എല്ലാവരും ഒന്ന് അമ്പരന്നു. അന്ന വായിൽ വെച്ച ഉരുള ഇറക്കാനാകാതെ ഫെലിക്സിനെ കണ്ട വെപ്രാളത്തിലിരിക്കുകയാണ്. അന്നയെ കൂടാതെ 3-4 കുട്ടികൾ മാത്രമേ ആ സമയം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈശോയെ, ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് എന്തിനാണാവോ? 2 ദിവസം കാണാതായപ്പോൾ ശല്യം തീർന്നെന്ന് കരുതിയതാ. ഇതിപ്പോൾ അതൊന്നുമല്ലാതെ ക്ലാസ്സിലേക്ക് കയറി വന്നല്ലോ. ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുവോ ആവോ? അന്ന പേടിയോടെ മനസ്സിൽ പറഞ്ഞു. ഫെലിക്സ് പതിയെ അന്ന ഇരിക്കുന്ന ബെഞ്ചിനരികിലേക്ക് വന്നു നിന്നു. അവൻ്റെ മുഖത്തെ സ്ഥായിയായ ഗൗരവഭാവം അപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ട്. അന്നയുടെ മുഖത്തേക്കും ആഹാരം നിറച്ച പാത്രത്തിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടവൻ അവൾക്കെതിരെ കിടന്ന ബെഞ്ചിലേക്കിരുന്നു. ഇറക്കാനാകാതെ അവളുടെ വായിലിരുന്ന ഉരുള ഇത്തവണ തനിയെ ഇറങ്ങിപ്പോയി. അവൾ പേടിയോടെ ചുറ്റിനും അവരെ അമ്പരപ്പോടെ നോക്കിയിരിക്കുന്ന ബാക്കിയുള്ള കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി. ഫെലിക്സ് തിരിഞ്ഞ് അവരെ നോക്കിയപ്പോൾ അവരെല്ലാവരും നോട്ടം തിരിച്ചു. അവൻ വീണ്ടും അന്നയെ നോക്കി സ്നേഹപൂർവ്വം പുഞ്ചിരിച്ചു. അന്നെ, നീ എന്താ എന്നെ കാണുമ്പോൾ ഏതോ ജീവിയെ കാണുന്ന പോലെ ഇങ്ങനെ പേടിച്ച് നടക്കുന്നത്? ഫെലിക്സിൻ്റെ സ്വരത്തിൽ ഗൗരവമേറി. അവൾ ഒന്നും മിണ്ടാതെ പാത്രത്തിലേക്ക് മിഴിയൂന്നി. വാ, ഞാനിന്ന് നിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഞാനിന്ന് കഴിക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടി കാത്തു നിൽക്കാതെ അവൻ പാത്രം കുറച്ച് മുന്നിലേക്ക് നീക്കി വെച്ചു. അതിൽ നിന്നും വാരി കഴിക്കാൻ തുടങ്ങി. എടി, കണ്ണു പിടിച്ച് നോക്കിയിരിക്കാതെ എടുത്ത് കഴിക്കാൻ നോക്ക്. ഞെട്ടിക്കൊണ്ട് അവളും കഴിക്കാൻ തുടങ്ങി. ഇയാൾക്കിത് എന്തിൻ്റെ കേടാ? ചോദിക്കാതെയും പറയാതെ അധികാരം കാട്ടാൻ ഞാൻ ഇയാളുടെ ആരാ? ഭാര്യയോ കാമുകയൊന്നും അല്ലല്ലോ. അന്ന ദേഷ്യത്തോടെ ഓർത്തു. ആർത്തി കണ്ടാ തോന്നും 10 ദിവസം പട്ടിണി കിടന്നിട്ടാണെന്ന്. അവനിടയ്ക്ക് അവൾ കഴിക്കുന്നത് കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. അവളുടെ വിടർന്ന തിളങ്ങുന്ന കണ്ണുകളും നിഷ്കളങ്കമായ മാലാഖയെപ്പോലുള്ള മുഖവുമെല്ലാം അവൻ കൺകുളിർക്കെ കാണുകയായിരുന്നു. ഇടം കണ്ണിട്ട് അവനെയും അവൾ നോക്കുന്നുണ്ടായിരുന്നു. ആ നീലക്കണ്ണുകളും കുറ്റിത്താടിയും അലസമായി പടർന്നു കിടക്കുന്ന മുടിയിഴകളും ഏതു പെണ്ണും മോഹിച്ചു പോകും. ഇത്രയും കാലം ഇയാൾ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ഒരു വേള അന്ന് കണ്ടതുപോലെ അലീനയുമായിട്ട് എന്തെങ്കിലും? ചിലപ്പോൾ അന്ന് ക്യാൻറ്റീനിൽ വെച്ച് നടന്ന പ്രശ്നങ്ങൾ അവരൊരുമിച്ച് നിർമ്മിച്ച നാടകമായിരിക്കും ചിലപ്പോൾ. ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും ഈ അന്ന അർഹതപ്പെടാത്തതൊന്നും ആഗ്രഹിക്കില്ല, നേടിയെടുക്കാൻ ശ്രമിക്കുകയുമില്ല. നിങ്ങളുടെ ശ്രമം നടക്കില്ല എന്നറിയുമ്പോൾ നിങ്ങളായിട്ട് തന്നെ ഇത് അവസാനിപ്പിച്ചോളൂ.
അതുവരെ ഇങ്ങനെ പോട്ടെ. ഒരു നിമിഷം കൊണ്ട് 1000 ചിന്തകൾ അന്നയിലൂടെ കടന്നുപോയി. അന്ന കഴിക്കാനായി ഉരുള ഉരുട്ടി തൻ്റെ വായിലേക്ക് വെക്കാനായി ഒരുങ്ങിയപ്പോൾ ഒരു നിമിഷം വന്ന തോന്നലിൽ ഫെലിക്സ് അവളുടെ കൈകൾ പിടിച്ച് ആ ഉരുള അവൻ്റെ വായിലേക്ക് വെപ്പിച്ചു. അവൻ്റെ ചുണ്ടുകളിൽ ഉരസിയ അവളുടെ കൈകൾ പെട്ടെന്ന് അവൾ എടുത്തു മാറ്റി. അവളുടെ കൈവിരലുകളിലൂടെ ഒരു മിന്നൽ പ്രവഹിച്ചതുപോലെ തോന്നി അവൾക്ക്. അവൾ തികട്ടി വന്ന കോപം അടക്കി പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ല. ഈ ചെയ്ത പ്രവൃത്തി അല്പം കൂടിപ്പോയെന്ന് അവനും തോന്നി. എങ്കിലും അവൻ അവളെ സ്നേഹപൂർവ്വം നോക്കിക്കൊണ്ടിരുന്നു. നല്ല രുചിയുള്ള ഭക്ഷണം. ആരാ? അന്നയുടെ അമ്മച്ചിയാണോ ഉണ്ടാക്കിയത്? അവൻ അവളുടെ ശ്രദ്ധ തിരിക്കാനായി അവളോട് ചോദിച്ചു. പക്ഷേ അവൻ്റെ ചോദ്യം അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. പെട്ടെന്നുണ്ടായ അവളുടെ ഭാവമാറ്റം കണ്ട് ഫെലിക്സിനും വല്ലാതെയായി. അവളുടെ കണ്ണ് നിറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സും അകാരണമായി വേദനിക്കാൻ തുടങ്ങി. എന്തിനാ അന്നക്കുട്ടി നീ കരയുന്നേ? ഞാൻ അരികിൽ വരുമ്പോൾ നീ എന്തിനാ എന്നെ ഭയക്കുന്നത്? നീ കരുതും പോലെ ഞാനൊരു ദുഷ്ടനല്ല. എന്നെ മുൻപ് കണ്ട സാഹചര്യങ്ങൾ ഓർത്തു വെച്ച് എന്നെ അളക്കാൻ നിൽക്കരുത് നീ. നിന്നെ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത തരത്തിൽ എൻ്റെ ഹൃദയത്തിൽ കൊത്തിവെച്ചു പോയി. ഞാൻ നിന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു അന്ന. അതാ ഞാൻ നിന്റെ പിറകെ. പറഞ്ഞു മുഴുവിപ്പിക്കാതെ ഫെലിക്സ് അവൾക്ക് മുന്നിൽ നിന്ന് എഴുന്നേറ്റു. പുറത്തേക്ക് നടന്നു. അവൾ എന്തു ചെയ്യണമെന്നറിയാതെ മൂകയായി അവൻ പോകുന്നത് നോക്കി നിന്നു. പക്ഷെ ഫെലിക്സിനെ പിന്തുടർന്നു വന്ന അലീന ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് പുറത്ത് ജനാലയ്ക്ക് മറവിൽ നിന്ന കാര്യം അവരിരുവരും അറിഞ്ഞിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ പകയെരിയുകയായിരുന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.